കെട്ടിപ്പിടിച്ച് കവളത്ത് മൊത്തം മൂക്കിൽ മൊത്തം തലയിൽ മൊത്തം വാരിപ്പോയി. എന്റെ മക്കളെ നോക്കിയിട്ട് എത്ര വർഷമായിരുന്നു ആ വാരിയിരിക്കുകയാണ്. രാഷ്ട്രീയവും പാർട്ടിയും മാത്രം മതി എന്നെ ചെയ്യപ്പെട്ടവര്. എന്നെ വേണ്ട, എന്റെ മക്കളെ വേണ്ട. നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കാൻ ഭർത്താവിന് പറയുന്നില്ല. അതെന്ത് രാഷ്ട്രീയമാണ്? അതെന്ത് രാഷ്ട്രീയമാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ കുടുംബം കളഞ്ഞുകൊണ്ട്, മക്കളെ കളഞ്ഞുകൊണ്ട്, ഭാര്യയെ കളഞ്ഞുകൊണ്ട്, മാതാപിതാക്കളെ കളഞ്ഞുകൊണ്ട് നാട് നന്നാക്കാനും റോഡ് നന്നാക്കാനും എത്ര വലിയ പടുമ്പോലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും അത് കൊള്ളത്തരമാണ്, മണ്ടത്തരമാണ്. രാഷ്ട്രീയം നിനക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം. അല്ലാഹു നല്ല രാഷ്ട്രീയം നമുക്ക് വളർത്തി തരുമാറാണ്. പക്ഷേ കുടുംബത്തെ നിങ്ങൾ മറന്നു പോകരുത്. രണ്ടാമത് വേറൊരു പ്രിയപ്പെട്ട സഹോദരിയുടെ സങ്കടം തോന്നിയിട്ടുണ്ട്. സാറേ, കുടുംബ കലഹമല്ലേ നമ്മുടെ നാട്ടിൽ പറയുന്നു. മനോഹരമായ വിഷയമാണ് സാറേ, സന്തോഷമുള്ള വിഷയം കേട്ടപ്പോൾ. പക്ഷേ നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ സങ്കടമാ പെണ്ണെടുക്കുകയാണ്. എന്റെ ഭർത്താവ് നല്ലതുപോലെ കണ്ടുപിടിക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നല്ലതുപോലെ കണ്ടുപിടിക്കുന്നവനാണ്. ഞാനാണെങ്കിലോ എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഊതാറുണ്ട്, പരാതിരുണ്ട്, നിസ്കരിക്കാറുണ്ട്. എന്റെ ഭർത്താവ് കൂടി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കെന്ത് സന്തോഷമാകുമായിരുന്നറിയുമോ? പക്ഷേ എന്റെ പ്രിയപ്പെട്ടവൻ അങ്ങനെ ചെയ്യാറില്ല. കൂട്ടുകാരുമൊക്കെ കറങ്ങി നടക്കും, കണ്ടുപിടിക്കും. സുബ്ഹാനല്ലാഹ്, കറങ്ങറയിൽ പിന്നെ കുടുംബ കലഹമല്ല. എന്ത് വിഷയമാണ് നൗഷാദ് വാസവി പറഞ്ഞു തരേണ്ടത്? ആ പ്രിയപ്പെട്ട സഹോദരിമാർ ഇന്നലെ പ്രഭാഷണം കേട്ട് ഈ സദസ്സിൽ വന്നിരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, കലഹമില്ലാത്ത, കലാപമില്ലാത്ത, കലമുടയാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു സന്തോഷകരമായ കുടുംബജീവിതത്തിന്റെ മനസ്സുകൊണ്ട് കുറിച്ചു പോയിട്ട് നാദാ, എന്റെ ഭർത്താവിന് ഈമാനില്ലല്ലോ, ഇസ്ലാമിക ചൈതന്യമില്ലല്ലോ, കല്ലുകുടിച്ചു പെണ്ണ് പിടിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവനെ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാ. പ്രിയപ്പെട്ട നൗഷാദ് വാസവിയുടെ നാവിൻ തുമ്പിലുള്ള നിശ്ചയത്തിലൂടെ സാധിക്കണമെന്ന് കുറിച്ചുകൊണ്ട് കലങ്കരയിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ എഴുതിപ്പോലെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദര, ആ ഭാര്യമാരോടുള്ള കടമ മറന്നു പോകല്ല. കുഞ്ഞുപോലെ വെറുതെ എല്ലാ സമയത്തും എന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞതുകൊണ്ടായില്ല, മക്കളെ കുറ്റപ്പെടുത്തിയത് കൊണ്ടായില്ല, കുടുംബ ജീവിതത്തിൽ ഞാൻ പറയുന്ന പോലെ പെണ്ണ് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടായില്ല. വിവാഹത്തിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള കലകം വരാതിരിക്കാൻ, പിണക്കം വരാതിരിക്കാൻ, പുരാക്കം വധിക്കാതിരിക്കാൻ, തർക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ള 5 കാര്യങ്ങൾ 3 കാര്യമാണ് നിങ്ങളെ വിശദീകരിച്ചത്. മൂന്നാമത്തെ കാര്യമെന്തേ? പരസ്പരം കണ്ടു ബോധ്യപ്പെടുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ അങ്ങനെയുള്ള ദുർഗുണങ്ങളൊക്കെ മാറ്റണം. ഭാര്യമാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഏറ്റവും അധികം കുടുംബകലഹത്തിന്റെ പ്രശ്നം പരസ്പരം കണ്ടു ബോധ്യപ്പെടാതെ കല്യാണം കഴിക്കുന്നത് കൊണ്ടാണ്. ആ സമയത്ത് നമ്മൾ സൗന്ദര്യം മാത്രമാണ് നോക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാകും വഹജറഹാ ദമൻ, നിങ്ങൾ സൂക്ഷിക്കുക, 38 കിലോ മാണിക്യത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ ഹിയ യാ ഹബീബല്ലാഹ്, ദമൻ എന്ന് പറയുന്ന പെണ്ണ് ആരാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ മറഅത്തുൽ ഹസന ഫീ മൻദിഖിസ് സൂ, മോശമായ വഴിയിൽ ജനിച്ച, മോശമായ ദുർഗുണമായ സ്വഭാവങ്ങളുള്ള സുന്ദരിയായ പെണ്ണാണ്. ദുർഗുണങ്ങളുള്ള സുന്ദരിയായ, സ്വഭാവമുള്ള സുന്ദരിയായ പെണ്ണാണെങ്കിൽ കുഴപ്പമില്ല. ദുർഗുണങ്ങളുള്ള സുന്ദരിയായ പെണ്ണ സൂക്ഷിക്കണം. അവൾ നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കുന്നതാണ്. 4ാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, വിവാഹത്തിന് മുമ്പ് പെണ്ണ് കാണാൻ പോവുകയാണ്, ആലോചന നടക്കുകയാണ് കുടുംബക്കാർ കൊണ്ട്. അപ്പോ എന്ത് ചെയ്യാൻ പാടില്ല? ഇല്ലാത്ത പെരുമ പറഞ്ഞ് പൊലിപ്പിക്കാൻ പാടില്ല. വസ്തുവല്ലോ ഉണ്ടോ? ടൗൺ മുഴുവനും ചെയ്തതല്ല, ഒരു മണ്ണാങ്കട്ട ഉണ്ടാവില്ല. വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ എന്റെ ഉപ്പാക്ക് ലക്ഷദ്വീപിൽ ഒരു കപ്പലുണ്ട്. ഉമ്മാക്ക് ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറയാത്ത പറയാം.